ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും ചേട്ടനും കൊച്ചും കൂടി ഇന്ന് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞു. ഒരു 5:30 എഴുന്നേറ്റ് ഞാൻ എല്ലാം കുക്ക് ചെയ്തിട്ട് പോയി കുളിച്ചു. ഇവളെയും കുളിപ്പിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് വന്നത് കയറിയതേ ഉള്ളൂ. ചേട്ടൻ ഒരു 9:30 ശേഷം വരും. ഇപ്പം തന്നെ 9:15 ഇങ്ങനെ പറന്നുകൊണ്ട് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഇവളെ ഒരുക്കണം, ഞാനൊന്ന് റെഡി ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് തരാം. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. ചേട്ടൻ്റെ അമ്മ മേടിച്ച് തന്നതാണ് കേട്ടോ ഈ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അടിപൊളി കളറുമാണ് മാത്രമല്ല ഇവിടെ ഇങ്ങനെ പീറ്റ്സ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് വരാം. ഇതാണ് തന്നെ ചിന്ന വള. ഇതാ ഓക്കെ. ഹലോ ഗായ്സ്, ധന സുന്ദരിയായില്ലേ ഇപ്പം? നോക്കട്ടെ, പൊട്ടിടട്ടെ. ആടിട്ട് ധനി ഇട്ടോ? എവിടെ? എന്നിട്ട് എവിടെ? നെറ്റിയിൽ പൊട്ടിയില്ലല്ലോ. നെറ്റിയിൽ പൊട്ടിയില്ലല്ലോ. ഇല്ല. ആ അച്ഛൻ്റെ വരുമ്പോൾ ഇതെന്നും ഇങ്ങനെയാണ് കിടന്ന് ഓട്ടമാണ്. വ്ളോഗാണ് വ്ളോഗ്. ഇപ്പോൾ നമ്മൾ പാറവൻ്റെയൊക്കെ കുടുംബക്ഷേത്രമായ ചിറക്കര ദേവി ക്ഷേത്രത്തിൽ നമ്മൾ പോവുകയാണ്. ഓക്കെ. ഇത് പിന്നെ പാരിപ്പള്ളിയിലാണ് സ്ഥലം. അവിടെ 11 മണിയാകുമ്പോൾ അമ്പലം അടക്കും. ഇപ്പോൾ ഏകദേശം 9:45 പിന്നെ അവിടെ എത്തേണ്ടതുണ്ട്. മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നാളായി ദേവീനെ ദർശനം നടത്തിയിട്ട് കുടുംബക്ഷേത്രം വരെ ഒന്ന് പോകണതാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഓക്കെ. ഫസ്റ്റ് ടൈമാണ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പകുതി എത്തുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബക്ഷേത്രം. ധനു വാ, ധനു പയ്യെ ഇറങ്ങിയാൽ മതി. ധനുസേ അയ്യോ, ചെറിയൊരു തോടാണ് കേട്ടോ ഇത്. ഇവിടെ പോണം ധനുസേ? ഇവിടെ എനിക്കൊന്ന് ഇവിടെ നല്ല ചെളിയായിരിക്കും. ഇത് തനി കുഞ്ഞു മീൻ. ഇത് മാനത്തെ മീൻ. കുറച്ച് ദേവിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കും. പുറത്തുള്ള ദേവതേനെയൊക്കെ തൊഴുത് കഴിഞ്ഞ് ഇപ്പോൾ മെയിൻ ശ്രീകോവിൽ ദേവീക്ഷേത്രത്തിൽ പ്രാവ് ക്ഷേത്രത്തിൽ ഇപ്പം നിവേദ്യം നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നിവേദ്യം കഴിയുമ്പോഴേ ഇനി അകത്ത് കയറാൻ പാടുള്ളൂ. പായസം കഴിക്കുന്നോ? കരിന് എന്ത് വേണം? എന്ത് വേണം? പഴം വേണം. നമ്മള് പ്രസാദം എടുക്കുവാണ്. മറ്റേ ഇതെടുക്കാൻ. അങ്ങനെ നിവേദ്യം എല്ലാം കഴിഞ്ഞ് അകത്ത് കയറി തൊഴുതിട്ട് പ്രസാദം വാങ്ങിച്ച് ഇറങ്ങി. അമ്പലത്തിനകത്തുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ അലൗഡ് അല്ല. അങ്ങനെ വണ്ടിയിൽ കയറാൻ പോയപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പട്ടികൾ. ഈ ഒരു ബ്ലാക്ക് പട്ടിയാണെങ്കിൽ കിടന്ന് കൊരയിലാണ്. അവൻ ഇത്തിരി ചെറുതാണെങ്കിലും വെരി ഡേഞ്ചർ ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പകുതി ആയപ്പോൾ നല്ല മഴ. അങ്ങനെ ഒരു കടയിൽ കയറി നിന്നു. കടയിൽ കയറിയപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. മഴയൊക്കെ കഴിഞ്ഞു ഒന്ന് ഇറങ്ങിയപ്പോൾ ചായ കുടിക്കാൻ തോന്നി. ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു.
അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ. അടുത്തൊരു വീഡിയോ കാണാം.